നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്ന വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ. കേരളത്തിൽ UDFന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടായതായിട്ടാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. 10 വർഷമായി പ്രതിപക്ഷത്തിരുന്ന UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നാണ് ടൈംസ് നൗവിന്റെ പ്രവചനം. തെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം ഉണ്ടാവുമെന്ന് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നു. 70 മുതൽ 80 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിൽ വരുമെന്ന് CNN ന്യൂസ് 18 എക്സിറ്റ് പോൾ ഫലവും സൂചിപ്പിക്കുന്നു. കേരളത്തിൽ 71 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് CNN വ്യക്തമാക്കുന്നു. UDFന് 70 മുതൽ 80 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് CNന്റെ പ്രവചനം. LDFന് 58 മുതൽ 68 വരെയും NDAക്ക് 4 സീറ്റ് വരെയും ലഭിക്കുമെന്നും CNN ന്യൂസ് പ്രവചിക്കുന്നു. JVC എക്സിറ്റ് പോൾ ഫലവും UDFന് അനുകൂലമാണ്. 72 മുതൽ 84 വരെയാണ് JVC എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത്. LDFന് 52 മുതൽ 61 വരെയും NDA പരമാവധി 7 സീറ്റുകൾ വരെ പിടിക്കുമെന്നും JVC വ്യക്തമാക്കുന്നു. ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് UDF വ്യക്തമായ ആധിപത്യം നേടുമെന്നാണ് സൂചന. UDF 44% വോട്ടും LDF 39% വോട്ടും NDA 14% വോട്ടും നേടുമെന്നും ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു. യുവ വോട്ടർമാർക്കിടയിൽ UDF വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് പ്രായപരിധി തിരിച്ചുള്ള വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ സർവേ ഫലത്തിൽ നിന്നും വ്യക്തമാകുന്നത്. കന്നി വോട്ടർമാരിൽ 51% വോട്ടാണ് UDFന് നേടാനാവുക. മുൻ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 13% വർധനവാണിത്. LDF കന്നി വോട്ടർമാരിൽ 13% വോട്ടിന്റെ കുറവാണ് ഉണ്ടായതെന്നും ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നത്. പശ്ചിമ ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പും അവസാനിച്ചതോടെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 3 പ്രധാന മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. വികസന തുടർച്ചയും ജനക്ഷേമ പദ്ധതികളും വോട്ടായി മാറുമെന്നും വീണ്ടും അധികാരത്തിലെത്താമെന്നും ഇടതുമുന്നണി വിശ്വസിക്കുന്നു. അതേസമയം ഭരണവിരുദ്ധ വികാരവും ഒത്തൊരുമയോടെയുള്ള പോരാട്ടവും അധികാരം തിരിച്ചുപിടിക്കാൻ സഹായിക്കുമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFും കരുതുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രതീക്ഷയോടെയാണ് മുന്നണികൾ നോക്കിക്കാണുന്നത്. നേരിയ ഭൂരിപക്ഷമായാലും കേരളത്തിൽ ഭരണ തുടർച്ച ഉറപ്പെന്നാണ് LDFിന്റെ അവകാശവാദം. മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും മുഖ്യമന്ത്രി ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഭരണമാറ്റം ഉറപ്പെന്നും 85-ന് മുകളിൽ സീറ്റ് നേടുമെന്നാണ് UDF നേതാക്കളുടെ ആത്മവിശ്വാസം. തരംഗമുണ്ടായെങ്കിലും 90 കടക്കുമെന്നും UDF നേതാക്കൾ പറയുന്നു. ഒരു സീറ്റിലധികം നേടുമെന്ന പ്രതീക്ഷയിലാണ് BJP. 5-ലധികം ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിട്ടുള്ളത്. അതേസമയം ബംഗാളിലെ എക്സിറ്റ് പോൾ സർവേകൾ നാളെയും മറ്റന്നാളുമായി പ്രസിദ്ധീകരിക്കാനാണ് ചില പ്രധാന ഏജൻസികളുടെ തീരുമാനം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് 15-നാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലും പുതുച്ചേരിയിലും അസമിലും ഏപ്രിൽ 9-ന് ഒറ്റഘട്ടത്തിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. തമിഴ്നാട്ടിൽ 23-ന് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്നു. പശ്ചിമ ബംഗാളിൽ 23-നായിരുന്നു ആദ്യഘട്ടം. പശ്ചിമ ബംഗാളിലെ 2ാം ഘട്ടം തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെയാണ് എക്സിറ്റ് പോളുകൾ പ്രസിദ്ധീകരിച്ചത്. ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ അക്കൗണ്ട് തുറക്കാനാകുമെന്നും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാകുമെന്നും BJPയും കരുതുന്നുണ്ട്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും LDF ഭരണ തുടർച്ച പ്രവചിച്ചിരുന്നു. അത് ശരിയാവുകയും ചെയ്തു. കേരളത്തിൽ ഇത്തവണ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏപ്രിൽ 9-നായിരുന്നു തെരഞ്ഞെടുപ്പ്.